കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതായത് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ എന്ന് ഏവർക്കും അറിയാമല്ലോ. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചത്. നമ്മുടെ വിശ്വാസപ്രകാരം നാം ഭഗവാൻ ശ്രീകൃഷ്ണനെ പല രൂപത്തിലും പല ഭാവത്തിലും ആരാധിക്കാറുണ്ട്. അതായത് ഉണ്ണിക്കണ്ണനായി, ആലിലക്കണ്ണനായി, വെണ്ണകെട്ട് കഴിക്കുന്ന കണ്ണനായി, ബലരാമേട്ടനോടൊപ്പം ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണനായി, അതുപോലെ തന്നെ രാധാകൃഷ്ണൻ, കാളിയമർദ്ദനം, ഇപ്രകാരം ഒരുപാട് രൂപത്തിൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ ആരാധിക്കാറുണ്ട്. നമ്മുടെ മനക്കണ്ണുകളിൽ ഭഗവാൻ ഇപ്രകാരം ഒരുപാട് രൂപത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ വീടുകളിലും ഗുരുവായൂരപ്പ ഭഗവാന്റെ ചിത്രം, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങൾ നാം പൂജാമുറിയിലും ഹാളിലും വെച്ച് നമ്മൾ ആരാധിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ ഓരോ രൂപത്തിലുള്ള ഭഗവാനെ വെച്ച് ആരാധിക്കുന്നതിന് ഓരോ ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെണ്ണ കട്ട് തിന്നുന്ന കണ്ണൻ്റെ ചിത്രമാണ് നാം വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് വെണ്ണ കട്ട് തിന്നുന്ന ഭഗവാന്റെ ചിത്രം വയ്ക്കുന്നത് സന്താന സൗഭാഗ്യത്തിന് ഉതകുന്നതാണ്. സന്താന അരിഷ്ടതകൾ നീങ്ങാനായിട്ട് നമുക്ക് ആലിലക്കണ്ണൻ്റെ ചിത്രം വയ്ക്കാവുന്നതാണ്. നമ്മുടെ സന്താനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് ഉണ്ണിക്കണ്ണൻ അകട്ടിൽ നിന്നും പാൽ കുടിക്കുന്ന ചിത്രം വെച്ച് ആരാധിക്കേണ്ടതാണ്. പൊന്നോടക്കുഴൽ ഊതുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ചിത്രം വയ്ക്കുകയാണെങ്കിൽ അത് കുടുംബ ഐക്യത്തിനും ഒപ്പം കലഹം ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. രാധാദേവി സമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വയ്ക്കുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്കാണ്. ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ മാറാനും രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വീടുകളിൽ സൂക്ഷിക്കേണ്ടതാണ്. ശത്രുദോഷം മാറാനും ഒപ്പം സർപ്പദോഷ നിവാരണത്തിനുമായി കാളിയമർദ്ദന ഭഗവാന്റെ ചിത്രം നമുക്ക് സൂക്ഷിക്കാം. ഗോവർദ്ധനഗിരിധാരിയായ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം അല്ലെങ്കിൽ ബിംബം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ഒപ്പം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാനും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. രുക്മിണി സ്വയംവരം ചിത്രം വെച്ച് ആരാധിക്കുകയാണെങ്കിൽ മംഗല്യഭാഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാനും കടബാധ്യത ഇല്ലാതാകാനും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുവാനും നമുക്ക് കുചേലകൃഷ്ണൻ്റെ ചിത്രം വെച്ച് ആരാധിക്കാവുന്നതാണ്. ബുദ്ധി വികാസത്തിനും ജ്ഞാന പുരോഗതിക്കും ശത്രുനാശനത്തിനുമായി നമുക്ക് പാർത്ഥസാരഥി ഭഗവാന്റെ ചിത്രം വെച്ച് ആരാധിക്കാം. കൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം ചൊല്ലുന്ന ചിത്രമാണിത്. പാർത്ഥൻ്റെ സാരഥിയായി ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും ജ്ഞാന പുരോഗതിക്കും ശത്രുനാശനത്തിനുമായി നമുക്ക് വെച്ച് ആരാധിക്കേണ്ടതാണ്. സുദർശന രൂപമായ മഹാവിഷ്ണുവിൻ്റെ രൂപം വെച്ച് ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രു നിഗ്രഹമാണ് ഫലം തരുന്നത്. സകുടുംബ ഐശ്വര്യത്തിനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുവാനും ലക്ഷ്മി നാരായണ രൂപമാണ് ചിത്രമായി വയ്ക്കേണ്ടത്. ഇനി സകലവിധമായ സർവ്വ ഐശ്വര്യത്തിനുമായി നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ചിത്രം വെച്ച് ആരാധിക്കാം. സർവൈശ്വര്യദായകനായ ഗുരുവായൂരപ്പ ഭഗവാൻ നമ്മുടെ സകലവിധമായ കഷ്ടനഷ്ടങ്ങളെയും ഇല്ലാതാക്കി വളരെയധികം സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നൽകുന്നതാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.